മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ഇരുന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുന്നുണ്ടോ. അത് കണ്ടുകൊണ്ടാണ് സിത്താര എങ്ങനെ വരുന്നത്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര കലിയാണ് കേട്ടോ. മേഘനാഥനെ പോയി വിളിച്ചിട്ട് വരികയാണ്. നിൻ്റെ ഭാര്യ ഇതാ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പത്രം വായിച്ചിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ശരിയാകും? നിനക്ക് ചായയോ ഭക്ഷണമോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലേ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഇത്ര കാലം ഞാൻ വെച്ച് വിളമ്പി തന്നില്ലേ. ഇനി നീ നിൻ്റെ ഭാര്യയോട് ഇങ്ങനെ കെട്ടിലമ്മയായിട്ട് ഇരിക്കാൻ മാത്രം അവൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? അത് ആദ്യം ചോദിക്കുക. അവൾക്ക് ഇങ്ങനെ കെട്ടിലമ്മയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിലേ അവൾ നന്നായി കൊണ്ടുവരണം എന്നിങ്ങനെ സിത്താര മേഘനാഥനോട് പറയണം കേട്ടോ. മേഘനാഥൻ വരുമ്പോൾ അന്ന് നോക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ പേപ്പർ വായിച്ചിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പം മഞ്ജുവിനോട് പറയണം, നിനക്ക് അടുക്കളയിൽ പോയിട്ട് അമ്മ എന്തെങ്കിലും സഹായിച്ചോടറേ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. എനിക്ക് അടുക്കള പണി ചെയ്യാൻ പറ്റില്ല, ഞാൻ അതിനല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് വെറുതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് കവലേശ്വരത്തേക്ക് തന്നെ പോയിക്കോളാം, എനിക്കത് വിഷയമല്ല. പക്ഷേ ആ രണ്ടുപേരെ കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് ചീറി അടുക്കുകയാണ് കേട്ടോ. മഞ്ജുവിൻ്റെ ഒറിജിനൽ സ്വഭാവം കാണിക്കുകയാണ് കേട്ടോ. എൻ്റെ സ്വഭാവം എന്താണെന്നും എല്ലാം നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ ഇപ്പോഴെന്താ അങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം വാമദേവൻ പറയും, നിങ്ങൾ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളിരിക്കണം, അതൊന്നും സംസാരിക്കാതെ ഈ അമ്മായിയമ്മ പോര് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കാൻ വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ വാമദേവൻ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം വാമദേവനും മേഘനാഥനും മാർക്കോടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവനെ എന്ത് ചെയ്യാൻ പറ്റും, അവനെ ഇല്ലാതാക്കണം എന്നെല്ലാം അങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ് ഇത് കേട്ടോ. അതേസമയം ദുർഗ ഇതെല്ലാം അറിയുന്നുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ദുർഗ അറിയുന്നുണ്ട്. അപ്പോൾ ദുർഗയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് കണ്ണനോടാണ്. കൂടുതൽ സ്വർണ്ണമൊന്നും കൊടുക്കാത്ത കാരണമാണ് മഞ്ജുവിന് ഇങ്ങനെ അവിടെ പോയിട്ട് കേൾക്കേണ്ടി വന്നത് എന്ന് ദുർഗയ്ക്ക് നല്ലപോലെ അറിയുകയാണ് കേട്ടോ. പിന്നീട് മാർക്കും അങ്ങനെ ജയിലിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ആരും തന്നെ രക്ഷിക്കാൻ വന്നില്ല. മഹാലക്ഷ്മിയോട് ഞാൻ പറഞ്ഞതാണ്, കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവരും എന്നെ രക്ഷിക്കാൻ വന്നില്ലല്ലോ എന്നിങ്ങനെ മാർക്കും ആലോചിച്ചിങ്ങനെ കിടക്കണം കേട്ടോ. നാളെ എന്തായാലും കോടതിയിലേക്ക് പോകണമല്ലോ, താനൊരു തെറ്റും ചെയ്യാതെയാണ് താൻ ശിക്ഷിക്കപ്പെട്ടത് എന്നിങ്ങനെ മാർക്കോ കരുതുകയാണ് കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി പേപ്പർ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മാർക്കോട് ചിത്രം കാണുകയാണ് കേട്ടോ. പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി ഓടി കണ്ണൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഇതാണ് കണ്ണേട്ട എന്നെ രക്ഷിച്ച ആൾ എന്നിങ്ങനെ പറയുകയാണ്. അതേപോലെ തന്നെ കണ്ണനും പറയുകയാണ്, ആശുപത്രിയിൽ വെച്ചിട്ട് എന്നെ രക്ഷിച്ച ആളും ഇതേ ആൾ തന്നെയാണ്. അപ്പോൾ രണ്ടാളും ഒരേ ആൾ തന്നെയാണ്. അയ്യോ, അവനെന്താ ഒരു ചതി പറ്റിയിരിക്കുന്നത്, ഇതാണ് അമ്പലത്തിലെ അമ്മ പറഞ്ഞത് എന്നിങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുകയാണ് കേട്ടോ. അതിനുശേഷം എന്തെന്നെ ആയാലും ശരി കണ്ണേട്ട, അവനൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല, നമുക്ക് എന്തായാലും അവനെ രക്ഷിക്കണം, അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്ന് മഹാലക്ഷ്മി ഇങ്ങനെ പറയണം കേട്ടോ. കണ്ണൻ പെട്ടെന്ന് തന്നെ കണ്ണൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ച് പറയുകയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകണം, ഈ കേസ് എന്താണ് പ്രശ്നം എന്നുള്ളത് അറിഞ്ഞിട്ട് അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ.